ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. രാഹുൽ ഗാന്ധിയുടെ വോട്ട് കൊള്ള ആരോപണം വിശദീകരണവുമായി കർണാടക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഹുൽ ഗാന്ധിയുടെ വോട്ട് കൊള്ള ആരോപണത്തിൽ ഔദ്യോഗിക വിശദീകരണവുമായി കർണാടക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആലന്ദ് മണ്ഡലത്തിലെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു. 2023 ഫെബ്രുവരി 21 എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു. 2022 ഡിസംബറിൽ കർണാടകയിലെ അലന്ദ് മണ്ഡലത്തിലെ 6018 വോട്ടുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഫോം 7 അനുസരിച്ചുള്ള അപേക്ഷകൾ ലഭിച്ചിരുന്നു. ഇത്രയും അപേക്ഷകൾ ലഭിച്ച സാഹചര്യത്തിൽ സൂക്ഷ്മ പരിശോധന നടത്തുകയും 24 അപേക്ഷകൾ മാത്രമാണ് യഥാർത്ഥമെന്ന് കണ്ടെത്തിയത്. തെറ്റായ അപേക്ഷകൾ തള്ളുകയും ചെയ്തിരുന്നതായുമാണ് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ 24 വോട്ടുകൾ മാത്രമാണ് നീക്കം ചെയ്തതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണം തള്ളുകയാണ് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വ്യാജ അപേക്ഷകൾ എത്തിയ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകുകയും അതിൽ ആലന്ദ് പോലീസ് സ്റ്റേഷനിൽ ഫെബ്രുവരി 21 എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തുവെന്നും എഫ്ഐആർ നമ്പർ അടക്കമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. ആരോപണങ്ങളിൽ കഴമ്പില്ല. ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ അദാനിക്ക് ക്ലീൻ ചിറ്റ് നൽകി സെബി. ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ അദാനിക്ക് ക്ലീൻ ചിറ്റ് നൽകി സെബി. ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നാണ് സെബിയുടെ കണ്ടെത്തൽ. കമ്പനിക്കെതിരായ നടപടികൾ അവസാനിപ്പിക്കും. ഹിൻഡൻബർഗ് ഉന്നയിച്ച ആരോപണങ്ങൾ അദാനി ഗ്രൂപ്പ് നിഷേധിച്ചിരുന്നു. അദാനി കമ്പനികൾ ഓഹരി വിലകളിൽ കൃത്രിമം കാണിച്ചതായും അഡികോർപ്പ് എന്റർപ്രൈസസ് വഴി അദാനി പവറിന് ധനസഹായം നൽകിയതായുമായിരുന്നു ഹിൻഡൻബർഗ് റിപ്പോർട്ട്. സെബി നിയമത്തിന്റെ ഏതെങ്കിലും ലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ? അതിൽ സാമ്പത്തിക പ്രസ്താവനകളിൽ തെറ്റായി പ്രതിനിധാനം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ സെബി വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തിയിരുന്നു. എല്ലാ വിശദാംശങ്ങളും പരിശോധിച്ച ശേഷം ഇടപാടുകൾ നിയമാനുസൃതമാണെന്നും ലിസ്റ്റിംഗ് കരാറോ LODR നിയന്ത്രണങ്ങളോ ലംഘിച്ചിട്ടില്ലെന്നും കണ്ടെത്തുകയായിരുന്നു. അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ്, അദാനി പവർ ലിമിറ്റഡ്, അഡികോർപ്പ് എന്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഗൌതം ശാന്തിലാൽ അദാനി, രാജേഷ് ശാന്തിലാൽ അദാനി എന്നിവർക്കെതിരെയായിരുന്നു അന്വേഷണം നടന്നിരുന്നത്. അദാനി ഗ്രൂപ്പിനെതിരെ കൂടുതൽ നടപടികൾ സ്വീകരിക്കാതെ കേസ് അവസാനിപ്പിക്കുവാനാണ് സെബി തീരുമാനിച്ചിരിക്കുന്നത്. പേരും ചിത്രവും വെച്ച് അപമാനിക്കുവാൻ ശ്രമം. മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകുമെന്ന് KJ ഷൈൻ ടീച്ചർ. തന്റെ പേരും ചിത്രവും ഉപയോഗിച്ച് അപമാനിക്കുവാൻ ശ്രമം നടക്കുന്നതായി എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയും CPIM നേതാവും അധ്യാപികയുമായ KJ ഷൈൻ ടീച്ചർ മുഖ്യമന്ത്രിക്കും DGPക്കും സംസ്ഥാന വനിതാ കമ്മീഷനും തെളിവുകൾ സഹിതം പരാതി നൽകുമെന്നും അവർ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. സ്വന്തം നഗ്നത മറച്ചുപിടിക്കുവാൻ മറ്റുള്ളവരുടെ ഉടുതുണി പറിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാപ്പരത്തം അവസാനിപ്പിക്കുവാൻ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ തയ്യാറാകണം. കൂടാതെ പൊതുപ്രവർത്തനം നടത്തുന്നത് സ്ത്രീകളുടെ കൂടി അവകാശമാണെന്ന ബോധ്യം വരുന്ന തരത്തിൽ പൊതുസമൂഹവും ഭരണകൂടവും വേണ്ട ഇടപെടൽ നടത്തുമെന്ന വിശ്വാസമുണ്ട്. ഒരു കാരണവശാലും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയും ഭയപ്പെടരുത്. എത്രയോ പ്രയാസങ്ങളും അപവാദ പ്രചാരണങ്ങളും നേരിട്ടവരാണ് നമുക്ക് മുൻപേ സഞ്ചരിച്ചവർ. ഈ സാഹചര്യവും നാം ഒരുമിച്ച് നേരിടും, മുന്നേറും. ഇന്ത്യക്കാരനെ വിവാഹം കഴിക്കുവാനായി പഞ്ചാബിലെത്തിയ അമേരിക്കക്കാരിയെ വരന്റെ ഒത്താശയോടെ അടിച്ചു കൊന്നു. വരന്റെ കൂട്ടാളി പിടിയിൽ. ഇന്ത്യക്കാരനായ കാമുകനെ വിവാഹം കഴിക്കുവാനായി പഞ്ചാബിലെത്തിയ അമേരിക്കക്കാരിയെ വരന്റെ കൂട്ടാളി അടിച്ചു കൊന്നു. സിയാറ്റിൽ നിന്നും ലുധിയാനയിലെത്തിയ ഇന്ത്യൻ വംശജ കൂടിയായ 71 വയസ്സുകാരി രുബീന്ദർ കൌർ പാന്തേറാണ് കൊല്ലപ്പെട്ടത്. ജൂലൈ മാസം മുതൽ പാന്തറിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് ചൂണ്ടിക്കാട്ടി അവരുടെ സഹോദരി US എംബസിയെ സമീപിച്ചതോടെയാണ് ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. കാലങ്ങളായി ഇംഗ്ലണ്ടിൽ ജോലി ചെയ്യുന്ന പഞ്ചാബ് സ്വദേശി ചരൺജിത്ത് സിംഗ് ഗ്രേവാൾ എന്ന 75 വയസ്സുകാരനാണ് കൊലയ്ക്ക് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി. ചരൺജിത്ത് സിംഗിനെ വിവാഹം കഴിക്കുവാനായാണ് പാന്തർ ഇന്ത്യയിലെത്തിയത് എന്നാണ് വിവരം. പാന്തറിനെ ചരൺജിത്ത് സിംഗ് തന്നെയാണ് ഇന്ത്യയിലേക്ക് വിളിച്ചു വരുത്തിയത്. ഇന്ത്യയിലേക്ക് വരും മുൻപ് തന്നെ പാന്തർ വലിയൊരു തുക ചരൺജിത്തിന്റെ അക്കൌണ്ടിലേക്ക് നിക്ഷേപിച്ചിരുന്നു. തുക കിട്ടിയതോടെ പാന്തറിനെ ഒഴിവാക്കുവാൻ ചരൺജിത്ത് ആഗ്രഹിക്കുകയും അവർ ഇന്ത്യയിലെത്തുമ്പോൾ കൊലപ്പെടുത്തുവാനായി വിശദമായ പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്തു. സുഖ്ജീത് സിംഗ് സോനു എന്നയാളെ കൊല നടത്തുവാനായി ചരൺജിത്ത് വാടകയ്ക്കെടുത്തു. ഇയാൾക്ക് 50 ലക്ഷം രൂപ നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. പാന്തറിനെ ബേസ്ബോൾ ബാറ്റ് കൊണ്ട് പലതവണ അടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് സോനു പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ശേഷം പാന്തർ ചോര വാർന്ന് മരിച്ചതോടെ മൃതദേഹം കത്തിച്ച് ചാമ്പലാക്കുകയും അവശിഷ്ട ചാരവും മറ്റ് അവശിഷ്ടങ്ങളും 4 ബാഗുകളിലാക്കി ഓടയിൽ തള്ളുകയും ചെയ്തു. ചരൺജിത്ത് സിംഗ് ഗ്രേവാൾ ഇപ്പോഴും ഒടുവിലാണെന്നും
ഇയാൾക്കായി ഊർജിതമായ തിരച്ചിൽ നടക്കുന്നുണ്ടെന്നും പഞ്ചാബ് പോലീസ് അറിയിച്ചു. മോഹൻലാലിന്റെ പാൻ ഇന്ത്യൻ ചിത്രം വൃഷഭ ടീസർ പുറത്ത്. മോഹൻലാലിനെ നായകനാക്കി ഒരുക്കുന്ന ബ്രഹ്മാണ്ഡ പാൻ ഇന്ത്യൻ ഇതിഹാസ ചിത്രം വൃഷഭയുടെ ടീസർ പുറത്ത്. പ്രശസ്ത കന്നഡ സംവിധായകൻ നന്ദകിഷോർ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം കണക്ട് മീഡിയയും ബാലാജി ടെലിഫിലിംസും അഭിഷേക് എസ് വ്യാസ് സ്റ്റുഡിയോയും ചേർന്നാണ് അവതരിപ്പിക്കുന്നത്. ശോഭ കപൂർ, എക്ത ആർ കപൂർ, CK പത്മകുമാർ, വരുൺ മാത്തൂർ, സൌരഭ് മിശ്ര, അഭിഷേക് വ്യാസ്, വിശാൽ ഗുഡ്നാനി, പ്രവീർ സിംഗ്, ജൂഹി പരേഖ് മേത്ത എന്നിവർ ചേർന്ന് നിർമ്മിച്ച വൃഷഭ ആശീർവാദ് സിനിമാസാണ് കേരളത്തിലെത്തിക്കുന്നത്. ആക്ഷൻ, വൈകാരികത, പ്രതികാരം എന്നിവ കോർത്തിണക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് എന്ന സൂചനയാണ് ടീസർ നൽകുന്നത്. ഒരച്ഛൻ മകൻ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന അതിശക്തമായ കഥയാണ് ചിത്രം പറയുന്നത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. പ്രേമലുവിന് ശേഷം നസ്ലിനും സംഗീത് പ്രതാപും വീണ്ടും ഒന്നിക്കുന്നു. കേരളത്തിന്റെ പ്രിയപ്പെട്ട ന്യൂജൻ കോംബോ നസ്ലിൻ ആൻഡ് സംഗീത് പ്രതാപ് വീണ്ടും ഒന്നിക്കുന്നു. പ്രേമലുവിന് ശേഷം ഇരുവരും ഒരുമിച്ചെത്തുന്നത് മോളിവുഡ് ടൈംസിലൂടെയാണെന്നാണ് അനൌദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ. സിനിമയ്ക്കുള്ളിലെ സിനിമയുമായി എത്തുന്ന ചിത്രമാണ് ഇത്. മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ് എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്ത് ആഷിഖ് ഉസ്മാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രമാണ് മോളിവുഡ് ടൈംസ്. നിലവിൽ നസ്ലിന്റെ ലോകയും സംഗീതിന്റെ ഹൃദയപൂർവ്വവും തിയേറ്ററുകളിൽ വിജയകരമായി മുന്നേറുന്നുണ്ട്. മരിച്ചുപോയ അച്ഛനൊപ്പമുള്ള AI ചിത്രം പങ്കുവച്ച ശിവകാർത്തികേയൻ. തന്റെ മരണപ്പെട്ട അച്ഛനൊപ്പമുള്ള ജെമിനി AI ചിത്രം പങ്കുവച്ച് ട്രെൻഡിനൊപ്പം ചേർന്ന് തമിഴ് താരം ശിവകാർത്തികേയൻ. പോലീസ് യൂണിഫോമിൽ നിൽക്കുന്ന അച്ഛനെ താൻ കെട്ടിപ്പുണർന്ന് നിൽക്കുന്ന ചിത്രം പങ്കുവച്ച താരം ഒപ്പം വികാരനിർഭരമായ ഒരു ക്യാപ്ഷനും ചേർത്തിരുന്നു. എന്റെ സ്വപ്ന ലോകത്തിൽ എന്നാണ് ചിത്രത്തിനൊപ്പം താരം നൽകിയ ക്യാപ്ഷൻ. ശിവകാർത്തികേയന്റെ പിതാവ് ജി ദോസ് തിരുച്ചിയിൽ ജയിൽ സൂപ്രണ്ടൻ ആയി സേവനമനുഷ്ഠിക്കുമ്പോഴാണ് മരണമടയുന്നത്. അച്ഛന്റെ വേർപാട് അന്ന് 17-കാരനായ തന്നെ കടുത്ത ഡിപ്രഷനിലേക്ക് തള്ളിവിട്ടിരുന്നു എന്ന് താരം പലപ്പോഴും പറയാറുണ്ട്. പഠനത്തിന് ശേഷം മിമിക്രി, ഡാൻസ് എന്നിവയിൽ പ്രാഗൽഭ്യം നേടിയ ശിവകാർത്തികേയൻ ചാനൽ റിയാലിറ്റി ഷോയിൽ മത്സരാർത്ഥിയായും അവതാരകനായും ശ്രദ്ധ നേടിയ ശേഷമാണ് സിനിമയിലേക്ക് കടക്കുന്നതും പിന്നീട് തമിഴ് സിനിമയിലെ വിലയേറിയ താരമായി വളർന്നതും. അഭിനയിച്ച ചിത്രങ്ങളിലെ പ്രകടനത്തിന് പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ പല വേദികളിലും താരത്തിന്റെ കണ്ണുകൾ അച്ഛനെ സ്മരിച്ചുകൊണ്ട് ഈറനണിഞ്ഞിട്ടുണ്ട്. കൂടാതെ KD ബില്ല, കില്ലാടി രംഗ, ഡോൺ എന്നീ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളുടെ പിതാവ് മരണമടയുമ്പോൾ പൊട്ടിക്കരയുന്ന രംഗങ്ങളിൽ തന്റെ ആത്മാംശമുണ്ട് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സുരരൈ പോട്രിന് ശേഷം സുധാ കൊങ്കാര സംവിധാനം ചെയ്യുന്ന പരാശക്തിയാണ് ശിവകാർത്തികേയന്റേതായി അടുത്തതായി തിയേറ്ററുകളിലെത്തുന്ന ചിത്രം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.